വനമാലി രാധാരമണ जय बोल सद्गुरुनाथ महाराज की ധ്രുവചരിത്രം സമർപ്പിക്കുന്ന സമയത്ത് ആതോദ്യം ഉദിതം ശ്ലോകാൻ സത്രേ ഗായൻ രചേതസാം എന്നാണ് അവിടെ സമർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു. നാരദൻ പ്രചേതസുകളുടെ സത്രയാഗത്തിൽ വെച്ചാണ് ഈ ധ്രുവചരിത്രം പാടി കേൾപ്പിച്ചു പറഞ്ഞപ്പോൾ വിതുരൻ ചോദിക്കുന്നു, കേതേ പ്രചേതസോ നാമ കസ്യാപത്യാണി സുവ്രത. ഈ പ്രചേതസുകൾ ആരാണ്? ആരുടെ കുട്ടികളാണ്? ആരുടെ വംശത്തിൽ വന്നവരാണ്? എവിടെ വെച്ചാണ് സത്രം ചെയ്തു? മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം. മഹാഭാഗവതനായ നാരദൻ അവർക്ക് ഉപദേശം ചെയ്തു പറഞ്ഞാൽ നാരദനാണ് എങ്ങനെ ഭഗവാൻ പൂജിക്കണം ആ ക്രിയാവിധികളൊക്കെ ഉപദേശിച്ച ആളാണ്. പാഞ്ചരാത്രത്തിൽ നാരദ പാഞ്ചരാത്രം എന്നാണ് പറയാറുള്ളത്. പരിചര്യാവിധി ഹരേഹേ. അവിടെ നാരദൻ എന്തൊക്കെ പറഞ്ഞുവോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മൈത്രേയൻ ആരംഭിക്കുന്നു. ധ്രുവൻ്റെ പരമ്പരയിൽ തന്നെ അങ്കന് പേരുള്ള മഹാരാജാവ് ഉണ്ടായിരുന്നു. ആ അംഗമഹാരാജാവിൻ്റെ ഭാര്യയാണ് സുനീച. അവർക്ക് കുറേ കാലമായി സന്താനഭാഗ്യമില്ല. അപ്പോൾ പുത്രകാമേഷ്ടിയാഗം ചെയ്തു. പുത്രകാമേഷ്ടിയാഗം ചെയ്തപ്പോൾ ദേവന്മാർ ആ ഹവിസ് സ്വീകരിക്കുന്നില്ല. അപ്പോൾ യാഗം ചെയ്യുന്ന ഋഷീശ്വരന്മാർ പറഞ്ഞു, ഞങ്ങൾ ഹോമിക്കുന്ന ആ ദ്രവ്യം ആ ഹവിസ് ദേവന്മാർ സ്വീകരിക്കുന്നില്ലേ? പണ്ടൊക്കെ മഹാത്മാക്കൾക്ക് കാണാമായിരുന്നു ഹോമിക്കുമ്പോൾ അത് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ. സാധാരണക്കാർക്ക് കാണാൻ പറ്റില്ല, ചിലപ്പോൾ മഹാത്മാക്കൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പം ഇതിന് കാരണം എന്താണ്? സദസ്സസ്പതികളിലും ഉണ്ടാവാം സദസ്യന്മാർ യാഗത്തിൽ. അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഇവിടെ നിനക്ക് ഒരു അസ്ത്യേകം പ്രാക്തനമഖം, എൻ്റെ പൂർവജന്മ ദോഷമാണ്. കാരണം സന്താനമില്ലാതെ എന്തെങ്കിലും ഹോമിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കില്ല. അപ്പോൾ ആദ്യം നീ ചെയ്യേണ്ടത് ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തും. അതിനുശേഷം വേറെ യാഗം ചെയ്യാം. താംസ്താൻ കാമാൻ ഹരിർദദ്യാത് യാന്യാൻ കാമയതേ ജനഃ ആരാധിതോ യഥൈവേഷ തഥാ പുംസാം ഫലോദയഃ. താംസ്താൻ കാമാൻ ഹരിർദദ്യാത്. ആരെന്തൊക്കെ ചോദിക്കുമോ അത് ഭഗവാൻ തരും. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ തരില്ല. കാരണം യഥാ പുംസാം ഫലോദയ, അവരുടെ ശ്രദ്ധ അത് അനുസരിച്ച് ഭഗവാൻ ഫലം കൊടുക്കുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ അത് യഥൈവേഷ തഥാ പുംസാം ഫലോദയ. അവിടെ പുത്രകാമേഷ്ടിയാഗം നടത്തിയപ്പോൾ ആ യാഗത്തിൽ നിന്നും ഒരു ഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ പുത്രകാമേഷ്ടിയാഗത്തിലും ഭൂതം പ്രത്യക്ഷപ്പെടാറില്ലേ? അങ്ങനെ ഭൂതം പ്രത്യക്ഷപ്പെട്ട് പായസം കൊടുക്കാറില്ലേ? അങ്ങനെ പായസം കൊടുത്ത് പിറക്കുന്ന കുട്ടികളൊക്കെ രാമനെ പോലെ ആവില്ലേ? ഇവിടെ അതേപോലെ തന്നെ ഒരു ഭൂതം പായസം കൊടുത്തു. അത് പ്രസാദം കഴിച്ചിട്ടാണ് ഈ അംഗ മഹാരാജാവിന് ഒരു ഉണ്ണി ഉണ്ടായി.
അവൻ്റെ പേരാണ് വേനൽ എന്ന് പേര് വെച്ചത്. വേനലിന് പേര് വയ്ക്കുന്നതിനേക്കാൾ വേനലിന് പേര് വയ്ക്കാമായിരുന്നു. വേനൽ കാലം പോലെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു. സാധാരണ രാജകുമാരന്മാർക്ക് കാട്ടിൽ പോയി കാട്ടിലാണ് നായാട്ടത്തിന് പോകാറുണ്ട്. ഈ വേനൽ വലുതായ ശേഷം എന്ത് ചെയ്തു? നാട്ടിൽ തന്നെ ജനങ്ങളെ ബാണങ്ങളെ കൊണ്ട് കൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ വേനൽ ദുഷ്ടനാവാൻ കാരണം ഇവിടെ പറയുന്നു, മാതാമഹ മനോവ്രത. ഈ അംഗമഹാരാജാവ് യമൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ അച്ഛൻ്റെ വഴിയിലുള്ള മുത്തച്ഛൻ്റെ ഗുണം കൊണ്ടുവരും. ചിലപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഗുണങ്ങളുമായി പറക്കും. അതുകൊണ്ട് നല്ല കുടുംബത്തിൽ പെൺകുട്ടിയെ സ്വീകരിക്കണം. യമൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചത് കൊണ്ട് എന്തായി? മാതാമഹം അമ്മയുടെ അച്ഛൻ്റെ ഗുണം കൊണ്ടുവന്നു. അമ്മയുടെ അച്ഛൻ യമനല്ലേ, യമലോകത്തിൽ എല്ലാവരും തല്ലിക്കൊള്ളാറുണ്ടല്ലോ, അത് ഗുണം ഈ കുട്ടിക്ക് വന്നു എന്നോട് പറയുന്നു. അപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞു രാജാവോട്, നിങ്ങൾക്ക് മകൻ വേണമെങ്കിൽ മകനോട് നിങ്ങൾ നാട്ടിൽ ഇരുന്നോളൂ, ഞങ്ങൾ കാട്ടിലേക്ക് പോവാം. ഞങ്ങൾ വേണമെങ്കിൽ മകനെ കാട്ടിലേക്ക് പറഞ്ഞു വിടൂ. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, നിങ്ങൾ രണ്ടുപേരും കാട്ടിലേക്ക് പോകേണ്ട, ഞാൻ പോയിക്കോളാൻ പറഞ്ഞ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പോയി. ഇവിടെ ഒരു ശ്ലോകം പറയുന്നു, മൈത്രിയൻ കഥപത്യം വരം മന്യേ സതപത്യാത് ശുചാമ്പതാത്. നല്ല പുത്രനേക്കാൾ ദുഷ്ടപുത്രൻ ജനിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാവാൻ കാരണമാണ്. ഈ ദുഷ്ടപുത്രൻ്റെ ചീത്തവാക്ക് കേൾക്കുന്നതിനേക്കാൾ മര്യാദയ്ക്ക് സപ്താഹത്തിൽ പോയി നല്ല വാക്ക് കേൾക്കാമല്ലോ വിചാരിച്ച് ചില ആളുകൾ വീട്ടിൽ ഇരിക്കാതെ ഇവിടെ വരാറുണ്ടല്ലോ. അങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്നാൽ നന്നായി. അങ്ങനെ രാജാവ് കാട്ടിൽ ചെന്ന് ഭഗവാനെ പ്രാപിച്ചു. വേനൻ രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ പാസാക്കി. ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം വിജാ ക്വചിത് ഇതി ന്യവാരയദ്ധർമ്മം ഭേദീഘോഷേണ സർവശഃ. ന യഷ്ടവ്യം, എവിടെയും യാഗം ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാൻ പാടില്ല. ന ദാതവ്യം, ദാനം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഭരണക്കാർ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാം രാജാവിൻ്റെ ഭണ്ഡാരത്തിൽ ഉണ്ടാക്കൂ എന്ന് പറയുന്നു. അമ്പലത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭണ്ഡാരത്തിൽ കൊടുത്താൽ മതി. എന്നിട്ടും ജനങ്ങൾ അമ്പലത്തിലിടുന്നത് കണ്ടപ്പോഴാണ് അമ്പലത്തിൻ്റെ പണം കൊടുക്കാൻ അവരെ കൊണ്ടുപോകുന്നു. ഭരണക്കാർ ശബരിമലയിൽ മിക്കവാറും പണം അവരാണ് കൊണ്ടുപോകുന്നു. പിന്നെ ചീത്ത പേര് വേറെ ആൾ പോകും. ഇതാണ് ഈ ഇപ്പോൾ നടത്തുന്ന രാജ്യഭരണമാണ് പണ്ട് വേനൽ തുടങ്ങി വെച്ചതാണ്. ഇത് ചെയ്തപ്പോഴാണ് മഹർഷിമാർ അവിടെ വന്ന് ഉപദേശിച്ചു. മഹർഷിമാരെ ധിക്കരിച്ചപ്പോൾ അവർ ഒരു ഹും പറഞ്ഞു. അടുത്ത ക്ഷണം വേനൻ വീണ്ടും മരിച്ചു. വേനൻ മരിച്ചപ്പോൾ വീണ്ടും നാട്ടിൽ കൊള്ളക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ വേനൻ്റെ ശരീരത്തിൽ അവൻ്റെ പാപത്തിൻ്റെ ഫലമായി ഒരു പുരുഷനെ സൃഷ്ടിച്ചു മഹർഷിമാർ. കറുത്ത ഒരാൾ വന്ന് എന്തെങ്കിലും സഹായം ചെയ്യുന്നോ ചോദിച്ചപ്പോൾ, നീ ഒന്നും ചെയ്യേണ്ട, നീ കാട്ടിൽ താമസിച്ചവർ പറഞ്ഞു വിട്ടു. അങ്ങനെ നിഷീദ ഇത്യബ്രുവന്ന് വെറുതെ ഇരുന്നാൽ മതി പറഞ്ഞതുകൊണ്ട് നിഷീദ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പറമ്പിൽ വന്നൊക്കെ നിഷാദന്മാരായി മാറി. പിന്നെ വേനൻ്റെ പുണ്യത്തിൻ്റെ ഫലമായി സൃഷ്ടി നടത്തിയപ്പോഴാണ് ഭഗവാൻ അർച്ചിസ് പൃഥു അങ്ങനെ ദമ്പതിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വലത്തെ കയ്യിൽ നിന്നും ഭഗവാൻ പൃഥു എന്ന പേരിലും ഇടത്തെ കയ്യിൽ നിന്നും അർച്ചിസ് എന്ന മഹാറാണിയോടൊപ്പ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അഥ തസ്യ പുനർവിപ്രേഹി അപുത്രസ്യ മഹീപതേഹി ബാഹുഭ്യാം മധ്യമാണാഭ്യാം മിഥുനം സമപദ്യത. മിഥുനമായി ദമ്പതിയായി വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സ്തുതി പാടുന്നവർ, രാജകൊട്ടാരത്തിൽ പണ്ട് 3 തരം ആൾക്കാരുണ്ടായിരുന്നു. സൂതൻ, മാഗധൻ, ബന്ദി. സൂതൻ പറഞ്ഞാൽ പുരാണം പറയുന്നവർ, സൂത പൗരാണിക പ്രോക്താഹ, മാഗധ വംശസംശകാഹ. രാജാവിൻ്റെ വംശപരമ്പര പറയുന്നവരാണ് മാഗധന്മാർ. ഓരോ സമയത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുന്നവരാണ് ബന്ദികൾ. ഇവർ എല്ലാവരും ചേർത്ത് പൃഥ്വിനെ പാടാൻ തുടങ്ങിയപ്പോഴാണ് പൃഥു മഹാരാജാവ് പറഞ്ഞു, എന്നെ പാടരുത്, ഭഗവാന്റെ ഗുണങ്ങൾ പാടിക്കോളൂ. ഭോസൂതകേ മാഗധ സൗമ്യ ബന്ദിന് ലോകേ ധുനാ അസ്പഷ്ട ഗുണസ്യ മേ സ്യാത് കിമാശ്രയോ മേ സ്തവ യേഷ യോജ്യത
മാമയ്യ ഭൂവൻ വിതഥാംഗിരോ വഹ. നിങ്ങൾ എല്ലാവരും നാരായണൻ്റെ ഗുണം പാടിക്കോളും. ഒരു നരണ പാടിയിട്ട് കാര്യമില്ല. ഒരു നരണ എത്ര വാഴ്ത്തിയാലും ഒരു ദിവസം മരിക്കുന്ന ആളാണ്. വാഴുക വാഴുക എന്ന് എത്ര പറഞ്ഞാൽ ഒരു ദിവസം മരിക്കും. ഭഗവാൻ ഇല്ല ഇല്ല എത്ര കാലം പറഞ്ഞാലും ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. ഭഗവാനെ പാടിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആ പാടുന്നവർ പറഞ്ഞു, ഞങ്ങളായിട്ട് പാടുന്നില്ല, ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടാണ് പാടുന്നത് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ആശീർവാദമായി സ്വീകരിച്ചോളാം. പണ്ടത്തെ രാജാക്കൾ അങ്ങനെയായിരുന്നു, ഭഗവാനെ പാടണം എന്ന് പറഞ്ഞത്. പൃഥുവിൻ്റെ ചരിത്രമൊക്കെ ചുരുക്കി ഇവിടെ അവർ പാടി. പക്ഷേ പൃഥുവിൻ്റെ രാജ്യഭരണകാലത്ത് ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാതായി. ഭൂമിയിൽ എന്ത് ചെയ്താലും ആ വിത്തൊക്കെ 3 ദിവസം ഇങ്ങനെ മുളച്ച് വരാറുണ്ടല്ലോ, അങ്ങനെ വന്നില്ല. സാധാരണ ഭൂമിയിൽ എന്ത് ഇട്ടാലും അത് നശിക്കും. ആ വിത്ത് മാത്രം വീണ്ടും വരണം. അതുപോലെ ഇവിടെ കൃഷിസ്ഥലത്തിൽ വിത്തിട്ടപ്പോൾ ആ നെല്ലൊക്കെ അതിൻ്റെ നെല്ല് കൊണ്ട് കിട്ടാതായി. നെല്ല് കിട്ടാതായപ്പോഴാണ് ഭൂമിയുടെ ദോഷം മനസ്സിലാക്കി ഭൂമിദേവിയെ ശിക്ഷിക്കാൻ പുറപ്പെട്ടു പൃഥു മഹാരാജാവ്. അങ്ങനെ വില്ലും കയ്യിലെടുത്ത് പുറപ്പെട്ടപ്പോൾ ഭൂമിദേവി പേടിച്ചു ഓടി, ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഓടി. ഇവിടെ പൃഥു പറയുന്നു, വസുധേത്വാം വധിഷ്യാമി മച്ഛാസന പരാമുഖി, ഞാൻ നിന്നെ വധിക്കാൻ പോകുന്നു ഭൂമിദേവിയോട് പറഞ്ഞപ്പോൾ ഭൂമിദേവി പറഞ്ഞു, എന്നെ വധിച്ചിട്ട് ഞങ്ങളെ ജനങ്ങളെ രക്ഷിക്കും. വെള്ളത്തിൻ്റെ നടുക്കല്ലേ ഈ ഭൂമി നിൽക്കുന്നു. ഭൂമിദേവിയായ ഞാൻ താങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് മക്കൾ വെള്ളത്തിൽ മുങ്ങാതിരിക്കുന്നത്. എന്നെ വധിച്ചാൽ പിന്നെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും? അപ്പോഴാണ് പൃഥു ഭഗവാൻ പറഞ്ഞു, എൻ്റെ യോഗബലം കൊണ്ട് ഞാൻ രക്ഷിച്ചോളാം. ആത്മയോഗബലേനേമാഹ ധാരയിഷ്യാമ്യഹം പ്രജാഹ. ഇത് പറഞ്ഞപ്പോഴാണ് ഭൂമിദേവിക്ക് പൃഥുവിനെ ഭഗവാൻ മനസ്സിലായി. ഗംഭീര സ്തുതിയൊക്കെ ചെയ്തു. ഏത് ഭഗവാനാണ് വരാഹരൂപം സ്വീകരിച്ച് എന്നെ വെള്ളത്തിൽ പൊക്കി ഉയർത്തി കൊണ്ടുവന്നുവോ അതേ ഭഗവാൻ തന്നെ എന്നെ ശിക്ഷിക്കാമെന്നാൽ ഞാൻ ആരുടെ അടുത്ത് പോയി പറയും? ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ അമ്മ തള്ളാറുണ്ട്. തള്ളുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മയെ അമ്മയുടെ കാലം തന്നെ വിളിക്കും, വേറെ പുറത്ത് പോകില്ല. ഉപസ്ഥ അന്യം ശരണം തമാശ്രയെ, എനിക്ക് നീ തന്നെയാണ് ശരണം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പൃഥു പറഞ്ഞു, ഈ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു, നിൻ്റെ അച്ഛൻ്റെ കാലത്ത് ധർമ്മം ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഒക്കെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ ചുരുക്കി എൻ്റെ ഉള്ളിലാക്കി. ഇപ്പോൾ ഓരോരോ ആളും ഒരു പാത്രവും ഒരു പൈക്കുട്ടിയായി വന്നാൽ ഞാൻ പശുവിൻ്റെ രൂപത്തിൽ ഇരുന്ന് വേണ്ടതൊക്കെ കൊടുക്കാം പറഞ്ഞപ്പോഴാണ് ഓരോരോ ആൾക്കാരും ഓരോരോ പൈക്കുട്ടിയുമായി ഇവിടെ വന്നു. ഇവിടെ അത് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ഋഷയോ ദുർദേവീം ഇന്ദ്രിയേഷ്വസത്തമ വത്സം ബൃഹസ്പതിം തത്വാ പയശ്ചന്ദോമയം ശുചി. ഋഷീശ്വരന്മാരൊക്കെ ബൃഹസ്പതിയെ പൈക്കുട്ടിയായി ഇവിടെ കൊണ്ടുവന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഛന്ദോമയം വേദമാകുന്ന പാല് കറന്നു കൊണ്ടുപോയി. അതേപോലെ കൃത്വാവത്സം സുരഗണാഹ ഇന്ദ്രം സോമം മധുദുഹന് ഹിരൺമയേന പാത്രേന വീര്യമോജോ ബലം പയഃ. ദേവന്മാർക്ക് ഇന്ദ്രനെ പൈക്കുട്ടിയായി കൊണ്ടുവന്നു. സുവർണമയ പാത്രത്തിൽ അവർക്ക് ഓജസ്, ബലം, വീര്യം, ഓജസ്, ഇന്ദ്രിയശക്തി, മനഃശക്തി ഇതൊക്കെ അവർ മേടിച്ചു കൊണ്ടുപോയി. അതേപോലെ അസുരന്മാരൊക്കെ എന്ത് ചെയ്തു? ദൈത്യേയ ദാനവ വത്സം പ്രഹ്ലാദം അസുരഋഷഭം. പ്രഹ്ലാദനെ പൈക്കുട്ടിയാക്കി ക്ഷീരം അയപ്പാത്രം പറഞ്ഞാൽ ഇരുമ്പ് പാത്രത്തിൽ അവർ ഇപ്പോൾ എല്ലാം കുടിക്കുന്നുണ്ടല്ലോ വൈകുന്നേരം അസുരന്മാരുടെ പുറകിൽ വന്നവർ, അത് അവർ കൊണ്ടുപോയി. സുരാസവം, സുര കള്ള് അവർ അസുരന്മാർക്ക് ഇഷ്ടപ്പെട്ടത് അതല്ലേ, അത് അവർ കൊണ്ടുപോയി. ഗന്ധർവാപ്സരസോ ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗന്ധർവ 18ാമത്തെ അധ്യായത്തിൽ ഗന്ധർവാപ്സരസോ ദുക്ഷൻ പാത്രേ പത്മമയേ പയഃ വത്സം വിശ്വാവസം കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. ഗന്ധർവന്മാരും അപ്സരന്മാരും അവർക്ക് നന്നായിട്ട് പാടുന്നവർ. അവർ അവരുടെ പ്രധാനപ്പെട്ട ആളായ വിശ്വാസു എന്ന പേരുള്ള ഗന്ധർവനെ ഒരു പൈക്കുട്ടിയാക്കി. പത്മമയേ പയഃ, പത്മമയം താമരയാകുന്ന പാത്രത്തിൽ അവർ ഗാന്ധർവം നല്ല സംഗീതം പയസായിട്ട് പാലായിട്ട് സ്വീകരിച്ചു കൊണ്ടുപോയി.
എൻ്റെ അർത്ഥം താമരയിൽ തേന് നന്നായിട്ട് ഉണ്ടാവും. തേന് കുടിച്ചാൽ തൊണ്ടയിൽ പാട്ട് പാടാൻ നല്ല കഴിവും ഉണ്ടാവും. പക്ഷേ തേന് കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം അത് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ഭഗവാനൊക്കെ അഭിഷേകിച്ച് പറയാറുണ്ട്. പണ്ടൊക്കെ നന്നായിട്ട് ഒരു പെൺകുട്ടിയെ ആരെങ്കിലും നല്ല സംഗീത കച്ചേരി നടത്തിയാൽ പൂർവ്വജനത്തിന് നിറച്ചും തേൻ അഭിഷേകം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറയാറുണ്ട്. ഭഗവാനൊക്കെ നിറച്ച് തേൻ അഭിഷേകം ചെയ്തവർക്ക് മാത്രമേ നന്നായിട്ട് പാട്ട് പാടാൻ വരുള്ളൂ. പാട്ട് പാടാനായില്ല. അതുകൊണ്ടാണ് ഇവിടെ പത്മമയേ പയഹ, പത്മമയമായ പാത്രത്തിൽ താമരയിൽ തേനുണ്ടല്ലോ. അപ്പോൾ ഗാന്ധർവമായ മധു തേന് അവർ സ്വീകരിച്ചു കൊണ്ടുപോയി. വത്സേന പിതരോര്യംന കവ്യം ക്ഷീരം മധുക്ഷുത ആമപാത്രേ മഹാഭാഗാഃ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഃ. അതുപോലെ പിതൃക്കൾ, അരിയമാ പേരുള്ള പ്രധാനപ്പെട്ട ഒരു പിതൃവിൻ്റെ രാജാവാണ്, പിതൃക്കളുടെ രാജാവാണ്. അവരെ ഒരു പൈക്കുട്ടിയായി സ്വീകരിച്ച് ഈ പിതൃകാര്യങ്ങൾക്ക് കൂടുതൽ ശുദ്ധം കൂടുതൽ വേണം ദേവകാര്യത്തെക്കാൾ. അതുകൊണ്ടാണ് ഈരൻ ഉണ്ടായിട്ട് ഈരൻ സാധാരണ നമ്മൾ കളം ഉണ്ടാക്കും മണ്ണുകൊണ്ട്, പിന്നെ ചുട്ടിട്ടേ പിന്നെ ആ കളം സ്വീകരിക്കുള്ളൂ. ഇവർക്ക് അങ്ങനെയില്ലേ. ആമപാത്രേ, ഈരം മണ്ണുള്ള പാത്രത്തിൽ തന്നെ അവർക്ക് വേണ്ട ആഹാരം സ്വീകരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഈരൻ മുണ്ടോടെ ചെയ്യണം. ദേവകാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ദേവകാര്യത്തിൽ കുളിച്ചിട്ട് നല്ല പട്ടുവസ്ത്രം കൊടുത്തിട്ടാണ് വന്നത്. സാധാരണ കേരളത്തിലൊക്കെ ചില ക്ഷേത്രത്തിൽ ഈരൻ കൊണ്ടുകൊണ്ടെന്ന് കയറി പോകുന്നത് കാണാം. അങ്ങനെ പോകാൻ പാടില്ല. ഈരൻ കൊണ്ടോട് പിതൃകർമ്മങ്ങളെ ചെയ്യാവൂ. അങ്ങനെ ശുദ്ധം ആണെങ്കിൽ ഈരൻ കൊണ്ട് ഉടുത്തി പോകണമെങ്കിൽ ഇതിനും 7 പ്രാവശ്യം ഇങ്ങനെ കുടഞ്ഞാൽ മതി. ഈരൻ കൊണ്ടെടുത്ത് ഇങ്ങനെ 7 പ്രാവശ്യം കുടഞ്ഞാൽ അത് കാഞ്ചതിൻ്റെ തുല്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ആൾക്കാരും വേണ്ടത് കൊണ്ടുപോയി. പിന്നെ പണ്ട് പോലെ കാട് കൂടുതലായിരുന്നു. ആ കാട്ടിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. താമസിക്കാൻ നല്ല സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് പൃഥു ചക്രവർത്തി തൻ്റെ വില്ലിൻ്റെ നുണി അറ്റം കൊണ്ട് വലിയ വലിയ മലക്കുന്നുകളൊക്കെ ഉടച്ച് സമതലമാക്കി ഇത് നഗരം, ഇത് ഉപനഗരം, ഇത് ഗ്രാമം, പഞ്ചായത്ത്, ഇപ്പോഴൊക്കെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് പണ്ട് പൃഥു ഉണ്ടാക്കിയതാണ്. പൃഥുവിന് മുമ്പ് അങ്ങനെയില്ലേ. കൂട്ടം കൂട്ടമായി ചില ആൾക്കാർ കാട്ടിൽ താമസിച്ചിരുന്നു. പ്രാകൃതോരിഹനെ ഗ്രാമാൻ പുരഃ പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സസിബിരാൻ ആകരാൻ ഖേടഖർവടാൻ പ്രാകൃതോരിഹനൈവേഷ പുരഗ്രാമാദികൽപ്പന യഥാ സുഖം വസന്തി സ്മ തത്ര തത്ര അകുതോ ഭയാഃ. ജനങ്ങൾ താമസിക്കാൻ പാകത്തിൽ എല്ലാവിധ സുഖ സൗകര്യം ചെയ്തു കൊടുത്തു പൃഥു മഹാരാജാവ്. തൻ്റെ മോള് പോലെ ഈ ഭൂമിയെ രക്ഷിച്ചത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന് പേര് വരാൻ കാരണം. പിന്നെ അശ്വമേധയാഗം ചെയ്തു പൃഥു മഹാരാജാവ്. ആ സമയത്ത് ഇന്ദ്രൻ ആ അശ്വമേധ കുതിരയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കട്ടുകൊണ്ടുപോയപ്പോഴാണ് പൃഥ്വിൻ്റെ പുത്രൻ വിജിതാശ്വൻ എന്ന പേര്. ഇന്ദ്രനെ പിടിക്കാൻ പോകുമ്പോൾ ഇന്ദ്രൻ ഓരോരോ സന്യാസിമാരുടെ വേഷം കാണിച്ചു. ആദ്യം ബൗദ്ധ സന്യാസിയായിട്ട് നല്ല രക്തവസ്ത്രം ധരിച്ച് ദർശനം കൊടുത്തപ്പോൾ വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യപ്പോൾ വസ്ത്രം തന്നെ ഇല്ലാതെ ജൈനമതത്തിൻ്റെ സന്യാസിയുടെ രൂപം കാണിച്ചു. ഇങ്ങനെ ഓരോ രൂപം കാണിച്ചപ്പോൾ ഉപേക്ഷിച്ചു. അപ്പോഴാണ് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു പൃഥു മഹാരാജാവ്. അത്രി മഹർഷി പറഞ്ഞു, ഞങ്ങൾ തന്നെ ഇവിടെ ആഭിചാര ഹോമം നടത്തി ഇന്ദ്രനെ വധിച്ചോളാൻ പറഞ്ഞ് ആഭിചാര ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് യാഗത്തിൽ 3 അഗ്നി ഉണ്ടാവും. ഗാർഹവത്യം, ആഹവനീയം, ദക്ഷിണാഗ്നി. ആ ദക്ഷിണാഗ്നിയുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ യാഗത്തിന് ആരെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഹോമിച്ചാൽ മതി. ആഭിചാര ഹോമം. അതിൽ നിന്നും യാഗത്തിന് തടസ്സം ചെയ്യുന്നവരെ ചില ദേവന്മാർ വന്ന് അവരെ വിരട്ടി യാഗത്തെ രക്ഷിക്കും. അങ്ങനെ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ആഭിചാരയാഗം ചെയ്തപ്പോഴാണ് ഇന്ദ്രൻ പേടിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മ നേരിട്ട് വന്ന് പറഞ്ഞു പൃഥുവിനോട്, യാഗം എടുത്തിക്കോളും, മതി, 99 മതി, 100 ചെയ്യേണ്ട ആവശ്യമില്ല. 99 മുതൽ 99 എടുത്തി. ഇതാണ് ഇവിടെ പൃഥുവിൻ്റെ നല്ല ഗുണം. വലിയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ശരി പറഞ്ഞോ. അങ്ങനെ പൃഥുവിൻ്റെ നല്ല ഗുണം കണ്ടപ്പോഴാണ് ഭഗവാൻ പൃഥുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ യജ്ഞകുണ്ടത്തിൽ നിന്നും വരഞ്ചമത്കഞ്ചനമാനവീന്ദ്ര വൃണീഷ്വതേഹം ഗുണശീലയന്ത്രിതഃ
നാഹം മഖൈർവൈ സുലഭസ്തപോഭിഃ യോഗേന വാ യത് സമചിത്തവർത്തി. ഞാൻ എനിക്ക് വരം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കാരണം? ഗുണശീല, നിൻ്റെ നല്ല ഗുണം. വലിയ ആൾക്കാർ മഹാത്മാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇല്ലേ പറഞ്ഞ് അത് ശരീരം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ടല്ലോ. നിൻ്റെ ഗുണം കൊണ്ട് സന്തോഷപ്പെട്ടു, എന്താണ് വരം വേണം ചോദിക്കൂ. അപ്പോൾ പൃഥു പറഞ്ഞു, ഭഗവാനെ എനിക്കൊരു 10,000 ചെവി തരണം എന്ന് പ്രാർത്ഥിക്കണം. നകാമയേനാഥ തതപ്യഹം ക്വചിന്നയത്ത യുഷ്മച്ചരണാംബുജാസവഃ മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ വിധത്സ്വ കർണായുധം യേഷമേവരഃ. 10,000 ചെവി വേണം പറഞ്ഞാൽ 10,000 ചെവി കൊണ്ട് എന്ത് പ്രയോജനം? ഒരു 1000 കൈ കിട്ടിയാൽ, ഒരു 100 കൈ കിട്ടിയാൽ നമുക്ക് സൗകര്യമാവും. 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 പ്രാവശ്യം അങ്ങോട്ട് പോകണ്ട. 100 കൈകൾ 100 ഗ്ലാസ്സിൽ ചായ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവരും പിടിച്ചോളം കൊടുക്കാം. 10 തവണയിൽ എല്ലാവർക്കും കൊടുക്കാം. 100 കൈ 1000 കൈ കിട്ടിയാൽ സുഖമാണ്. ഇവിടെ ചെവി കിട്ടിയിട്ട് എന്താ കാര്യം? ഇവിടെ 10,000 ചെവി വേണം എന്നാണ് പറയുന്നത്. അതിൻ്റെ താത്പര്യം ഇവിടെ മഹാത്മാക്കൾ എടുത്തു പറയുന്നു. 10,000 ചെവി പറഞ്ഞാൽ അതർത്ഥം എല്ലാ ദിക്കിലും സപ്താഹം നടത്തുന്നുണ്ട്. ഇവിടെയും മല്ലിയൂരിലും ഇവിടെ എവിടെ നോക്കിയാലും ലൈവ് നോക്കിയാൽ അവിടെ രാധാ കല്യാണം, ഇവിടെ സത്സംഗം, ഇവിടെ സപ്താഹം, ഇവിടെ പ്രഭാഷണം, ഇങ്ങനെ ഏതാണ് നമുക്ക് നോക്കുന്ന സമയമില്ലേ. അപ്പോൾ 10,000 ചെവി കിട്ടിയാൽ 2 സത്സംഗം ഇവിടേക്കും പൂവത്തിനും 2 മല്ലിയൂരിക്കും, ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇത് ചെവിയെ പറഞ്ഞു വിട്ടാൽ 2 ചെവി തിരുനാവായിക്കും. അത് കേൾക്കില്ലേ? ചെവി മാത്രം പോയി കേട്ടാൽ നമുക്ക് സൗകര്യമായി. ഇങ്ങനെ വീട്ടിൽ ചെവി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പതിച്ച് പറയിവിടാം. എന്താ ഇതിൻ്റെ താത്പര്യം? മഹാത്മാക്കൾ അങ്ങനെ പറയുന്നു. ചെവി 10,000 ചെവി പറഞ്ഞാൽ അർത്ഥം 10,000 ഭക്തജന്മാരോട് ചേർത്ത് ഭഗവാന്റെ കഥകൾ ആസ്വദിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് കേട്ടാൽ പോരാ. തൃശ്ശൂരിൽ, അതായത് വടക്കാഞ്ചേരി, അവിടെ ഭൂമാനന്ദ സ്വാമികൾ പ്രഭാഷണത്തിൽ ഇടയ്ക്ക് പറയും, നാളെ വരുന്നവർ 4 ചെവി കടം മേടിച്ച് വരണം എന്ന് പറയും. 4 ചെവി കടം മേടിക്കാൻ കിട്ടുമോ? എനിക്ക് സംശയമുണ്ടായി. പിന്നെ അദ്ദേഹം പറഞ്ഞു, വരുന്ന അമ്മമാർക്ക് ഒറ്റയ്ക്ക് വെറുതെ 2 സ്ത്രീയും വിളിച്ചുകൊണ്ട് കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവന്നാൽ 4 ചെവിയായി എനിക്ക്. അപ്പോൾ വരുന്നവർ എല്ലാവരും ചേർന്ന് ആ ഭഗവാന്റെ ആ ഗുണങ്ങൾ കേട്ട് ആസ്വദിക്കണം എന്നാണ് ഇതിൻ്റെ താത്പര്യം. ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ നിനക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥനയാണ് 4-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ത്വന്മായയാദ്ധാജനഈശഖണ്ഡിതഃ യദന്യദാസാസ്തരുതാത്മനോ ബുധഃ യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതം. ചെറിയ കുട്ടികളോട് എന്ത് വേണം ചോദിച്ചാൽ അവർക്ക് എന്താണ് വേണമെന്ന് ഒരു തീരുമാനമില്ലേ. നല്ല ജലദോഷമുള്ള കുട്ടി ചോദിക്കും, എനിക്ക് ഐസ്ക്രീം വേണം. ഈ ജലദോഷ സമയത്ത് ഐസ്ക്രീം കഴിച്ചാൽ കൂടുതലാവും. അതുപോലെയാണ് നമ്മളൊക്കെ ഭഗവാനോട് ചോദിക്കുമ്പോൾ വേണ്ടാത്ത കാര്യം ചോദിച്ചു പോകും. നല്ല വയറ് വേദന ഉള്ള കുട്ടി എന്ത് ചെയ്യും? അമ്മയോട് എനിക്ക് ചക്കപ്പഴം എന്ന് പറയും. ചക്ക കഴിച്ചാൽ കൂടുതൽ വയറ് വേദന. അതുപോലെ നമുക്ക് എന്ത് വേണം നമുക്കറിഞ്ഞുകൂടാ. ഒരു അച്ഛനും അമ്മയും ആ കുട്ടിക്ക് എന്താണ് ആവശ്യം അത് നോക്കി എങ്ങനെ ചെയ്യുമോ. യഥാചരേ ബാലഹിതം. ഈ ശ്ലോകം മുഴുവൻ പറഞ്ഞാലും കുഴപ്പമില്ല, അവസാനത്തെ 2 വരി പറഞ്ഞാൽ മതി. യഥാചരേ ബാലഹിതം പിതാസ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും. ഒരു അച്ഛൻ കുട്ടിക്ക് എങ്ങനെ നല്ലത് നോക്കി ചെയ്യുന്നുവോ അതുപോലെ എനിക്ക് വേണ്ടത് ഗുരുവായൂരപ്പ നീ തന്നെ ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ഭഗവാൻ ശരി പറഞ്ഞത്, തവാഹ രാജന്മയി ഭക്തിരസ്തുതേ, നിനക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നെ പൃഥു യാഗം വിണ്ടുപോയി, നിർത്തി. പക്ഷേ യാഗം കാണാൻ വേണ്ടി രക്ഷ ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് പൃഥു മഹാരാജാവ് തന്നെ നല്ല പ്രഭാഷണം ചെയ്തു. നിങ്ങളെല്ലാം ഭഗവാനെ ഭജിക്കണം. എന്തുകൊണ്ട് ചോദിച്ചാൽ നമ്മുടെ കർമ്മഫലദാതാവായി ഒരാളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കർമ്മഫലം കൊടുക്കാനുള്ള ആ ഭഗവാനെ നിങ്ങൾ ഭജിക്കണം എന്ന് പൃഥു ഉപദേശിക്കുമ്പോൾ തന്നെ അവിടെ സനകാദി മഹർഷിമാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വരുമ്പോൾ തന്നെ നാമം ജപിച്ചു വരുന്നു. അവർ എപ്പോഴും ഹരിശരണം ഈ നാമമേ ജപിക്കുള്ളൂ. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ. അവർ നാമം ജപിച്ചു വരുന്നു. ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം
मम श्रीकृष्णशरणं मम श्रीहरिशरणं मम श्रीकृष्णशरणं मम श्रीहरिशरणं मम श्रीकृष्णशरणं നാമം ജപിച്ച് സനകാദികൾ ഒരു 4 പേർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കാരണം മഹാത്മാക്കളെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീതി നമിക്കണം. സജ്ജനങ്ങളെ കാണുന്ന സമയത്ത് എഴുന്നേൽക്കണം നിയമം വയ്ക്കാൻ എന്താ കാരണം? മഹാത്മാക്കൾ പോകുമ്പോൾ എഴുന്നേക്കാതിരുന്നാൽ നമ്മുടെ പ്രാണൻ, ഓജസ്, നമ്മുടെ ആയസൊക്കെ ചെവി വഴി കൂടി പുറത്തു പോകും. അതുകൊണ്ടാണ് മഹാത്മാക്കളെ കാണുമ്പോൾ ചെവി അടച്ചു പിടിച്ച് അഭിവാദി എന്ന് പറഞ്ഞ് നമസ്കരിക്കാറുണ്ട്. ഊർദ്ധം പ്രാണാഹ ഉത്ക്രാമന്തി യൂണശ്ചവിര ആയതി പ്രത്യുച്ഛാന അഭിവാദാഭ്യാം പുനസ്തത് പ്രതിപദ്യത്തെ എന്നാണ് ധർമ്മശാസ്ത്രം. അതുകൊണ്ട് ആ മഹാത്മാക്കളെ കണ്ടപ്പോൾ പ്രാണൻ ചെവി വഴി പോയോ സംശയം. അതുകൊണ്ടാണ് തദ്ദർശന ഉദ്ഗതാൻ പ്രാണാണ് പ്രത്യാഗച്ഛിവ ഉത്ഥിത. എഴുന്നേറ്റ് അവരെ നമസ്കരിച്ചു. അവർ ആസനത്തിൽ, സുവർണ ആസനത്തിൽ അവരെ ഇരുത്തി അവർക്ക് പാദപൂജ ചെയ്തു. മഹാത്മാക്കളുടെ കാല് കഴുകിയ വെള്ളം ഏത് വീട്ടിലാണ് ഓടുന്നുവോ ആ വീടാണ് ഭവനം. സംസ്കൃതത്തിൽ വീടിൻ്റെ പേരാണ് ഭവനം. എപ്പോഴാ ഭവനം? മഹാത്മാക്കൾ വന്നാൽ ഭവനമാവും. ഇല്ലെങ്കിൽ എന്താവും? ഭാവ വെട്ടിക്കളഞ്ഞാൽ മതി. ഭാവ മാറ്റിയാൽ എന്താവും? വനമായി തീരും. എൻ മനീഷി പദാംഭോജ രജക്കന പവിത്രിതം തദേവ ഭവനം നോ ചേത് ഭകാരഃ തത്ര ലുപ്യത്തെ. അങ്ങനെ മഹാത്മാക്കൾ യദ്ഗൃഹാഃ തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ. ആ മഹാത്മാക്കളെ പാദതീർത്ഥം സേവിച്ചാൽ മതി. ഒറീസയിൽ പൂരി ജഗന്നാഥ് ഒരു ക്ഷേത്രമുണ്ട്, ജഗന്നാഥ ക്ഷേത്രം. അവിടെ ഭഗവാൻ നമ്മുടെ വിഗ്രഹം പോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവില്ലേ, കാണ്ടാൽ പച്ച പേടിയാവും. കൈ വിരൽ, കാൽ വിരലൊക്കെ ഇല്ലാതെ ഒരു പകുതി രൂപത്തിലാണ് ആ ഭഗവാന്റെ വിഗ്രഹം. അങ്ങനെ ആവാൻ കാരണം അവിടെ അടുത്ത് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. ആ ഭക്തൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരു മഹാത്മാവിനെ കാല് കഴുകി പൂജിച്ച് അവരുടെ ആ കാല് കഴുകിയ വെള്ളം കുടിച്ച ശേഷമേ ഭക്ഷണം കഴിക്കണം എന്ന നിയമം വച്ചിരുന്നു. അത് ജഗന്നാഥ ക്ഷേത്രം പോകുന്ന വഴിയായതുകൊണ്ട് എല്ലാവരും ആ വഴി കൂടി പോകുമ്പോൾ അവരെ വിളിക്കും, അവർക്ക് പാദപൂജ ചെയ്യും, അവരുടെ വെള്ളം കുടിക്കും, പാദപൂജൻ്റെ തീർത്ഥം സേവിക്കും, പിന്നെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഒരു നിയമം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. രാവിലെ എഴുന്നേറ്റ് അമ്മയെ തൊഴുത ശേഷമേ കാവി കുടിക്കാവൂ, അല്ലെങ്കിൽ ഒരു നാമം ജപിച്ചിട്ടേ കുടിക്കണം. ഒരു നിയമം ഉണ്ടാക്കണം. നമ്മളൊക്കെ നിയമം വേറെ വിധത്തിലാണ്. രാവിലെ 6 മണിക്ക് ചായ, പിന്നെ 8:30 ടിഫൻ, പിന്നെ 12:30 ഭക്ഷണം, വീണ്ടും 4 മണിക്ക് ചായ, പിന്നെ രാത്രി കിടക്കുമ്പോൾ പാല്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നിയമം വയ്ക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ സാപ്പാട് വിഷയത്തിൽ നിയമം വയ്ക്കാം നല്ലത് തന്നെയാണ്. പക്ഷേ അതേക്കാൾ കൂടുതൽ വയ്ക്കേണ്ടത് ഭഗവാന്റെ കാര്യത്തിലാണ്. ഇദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു. ഒരു ദിവസം ഒരാൾ വന്നില്ല, ഒരു ഭക്തർ വന്നില്ലല്ലോ. അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭാര്യ പറഞ്ഞു, നാളെ 2 ഭക്തന്മാരെ വിളിച്ച് കാല് കഴിച്ച് നമുക്കത് സേവിക്കാം, ഇന്ന് കഴിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്തൻ വന്നാൽ കാല് കഴുകി ആ വെള്ളം കുടിച്ച ശേഷം ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ വ്രതം നിയമത്തോട് ഇരുന്നപ്പോഴാണ് ഉച്ചം 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണി സമയത്ത് ഒരു ഭക്തൻ അവിടെ നാമം ജപിച്ചു വരുന്നു.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിച്ച ഒരു ഭക്തൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കസേരയിലെത്തി പാദപൂജ ചെയ്യാൻ വേണ്ടി കുറച്ച് മന്തിയിൽ വെള്ളം കൊണ്ടുവന്ന് കാല് നോക്കുമ്പോഴാണ് മനസ്സിലായി കാല് പോകും കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗമായത് കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞ് ചെവിയോട് പതുക്കെ പറഞ്ഞു, കാല് കഴുകി വെള്ളം തെളിച്ചാൽ മതി, കുടിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം എനിക്ക് ഇന്ന് ഒരു നല്ല ഭക്തൻ കിട്ടിയിട്ടുണ്ട്, നാമം ജപിക്കുന്ന ഭക്തനല്ലേ ആണ്. അദ്ദേഹം പാദപൂജ ചെയ്ത് ആ വെള്ളം കൂശാതെ അത് കുടിച്ചിട്ട് നോക്കുമ്പോഴാണ് കസേരയിൽ ചതുർഭുജ ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, ഞാൻ കുഷ്ഠരോഗി രൂപത്തിലും ഞാൻ ഉണ്ടാവും, ഏത് വേഷം കെട്ടി വന്നാലും എന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴും പൂരി ജഗന്നാഥത്തിൽ അങ്ങനെ ഒരു കുഷ്ഠരോഗി രൂപത്തിലാണ്. അതിന് കാരണം വേറെ ഒന്നുകൂടി ഉണ്ട്. എന്നാലും പ്രധാന കാരണം ഏത് രൂപത്തിലും ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും, അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ. തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഹ, അങ്ങനെ ഭക്തന്മാരുടെ പാദതീർത്ഥം ഓടുമ്പോഴാണ് അത് ഭവനമാവും എന്ന് ഇവിടെ പറഞ്ഞ് ഉപദേശം തരണയെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു, അസ്തേവരാജൻ ഭവതോ മധുദ്വിഷ, നിനക്ക് ഭക്തി ഉണ്ടല്ലോ, ഭഗവാനോട് ഭക്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദുഷ്ടസംഘത്തിൽ പോകരുത്, ദുഷ്ടന്മാരെ കണ്ടാൽ ദൂരെ വിലകണം, അത് മാറി നിൽക്കണം, അല്ലെങ്കിൽ അവരെ ദൂരെ വിലക്കണം, അവരെ മാറ്റി നിർത്തണം. അങ്ങനെയൊക്കെ ഉപദേശം കൊടുത്ത് സനകാദികൾ പുറപ്പെട്ടു. പിന്നെ പൃഥു മഹാരാജാവ് തൻ്റെ പുത്രന്മാരുടെ കീഴിൽ രാജ്യം ഏൽപ്പിച്ച് തൻ്റെ ഭാര്യയുടെ ഒപ്പം കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവാന്റെ ലോകത്തെ പ്രാപിച്ചു. പൃഥു മഹാരാജാവ് പോയ ശേഷം അദ്ദേഹത്തെ ശരീരത്തെ സംസ്കാരം ചെയ്ത് ആ തീയിൽ തന്നെ അർച്ചിസും ഇറങ്ങിച്ചാടി. ഇതാണ് ദേവതാസ്ത്രീകളൊക്കെ അഹോയ്യം മധുർധന്യായ ആചൈവം ഭൂഭുജാപതിം സർവാത്മനാപതിം ഭേദ്യേ വിജ്ഞേസം സ്ത്രീ മധുരീവ. അങ്ങനെ പൃഥുവിൻ്റെ ലോകത്തിലേക്ക് ഈ അർച്ചിസ് പേരുള്ള മഹാറാണി മഹാലക്ഷ്മി സ്വരൂപമായി അർച്ചിസും, അർച്ചിസ് പറഞ്ഞാൽ തീപ്പൊരിയാണ്. അപ്പോൾ എന്താ അർത്ഥം? പൃഥുവിൻ്റെ മഹാഗ്നിയിൽ ഈ തീപ്പൊരിയായ അർച്ചിസും ഒപ്പം ചേർന്ന് ഭഗവാന്റെ രൂപത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിത്രം സമർപ്പിക്കുന്നു. ഈ പൃഥുചരിത്രം 3 പ്രാവശ്യം കേട്ടാൽ വളരെ നല്ലതാണ്. പുരുഷനായാലും സ്ത്രീയായാലും 3 പ്രാവശ്യം ഇത് കേട്ടാൽ നല്ല സത്സന്താനം ഉണ്ടാവും. സുപ്രജതമഹ, അതുപോലെ പണമില്ലാത്തവർക്ക് നല്ല ധനം ഉണ്ടാവും, പുകഴില്ലാത്തവർക്ക് നല്ല യശസ് കിട്ടും, മഹാമൂഢനായ കുട്ടി പോലും ബുദ്ധിമാനായി തീരും. മൂർഖോ ഭവതി പണ്ഡിത, സ്ത്രീകൾക്ക് അമംഗല്യം നീങ്ങി മംഗളങ്ങൾ ഉണ്ടാവും. അമംഗല്യ നിവാരണം ധന്യം, നിറച്ച് ഇവിടെ ഫലശ്രുതി പറയുന്നു. അവസാനം പറയുന്ന ഫലശ്രുതിയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. സച നിപുണം ലഭത്തെ രതിം മനുഷ്യ ഭഗവതി ഭവ സിന്ധു ഗോതപാദേ. ഈ സംസാരസാഗരത്തിൻ്റെ ഒരു കപ്പൽ പോലെ ഇരിക്കുന്ന ഭഗവാന്റെ ആ പാദത്തിൽ ഭക്തി ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിത്രം സമർപ്പിക്കുന്നു. നമുക്ക് നിർത്തേണ്ട സമയമായി ഒരു കീർത്തനം പാടി നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ദേവ ജയ ജഗന്നാഥ, ജയ ജയ ദേവ ജയ ജഗന്നാഥ, ജയ ജയ ദേവ ജയ ജഗന്നാഥ, ജയ ജയ ദേവ ജയ ജഗന്നാഥ. ജല ജലോചന ജയ ജനാർദന, ജല ജലോചന ജയ ജനാർദന. देवकी बाला दीनवत्सला, देवकी बाला दीनवत्सला. देवपालका दानवन्तका, देवपालका दानवन्तका. नन्दकुमारा नवनीत चोरा, नन्दकुमारा नवनीत चोरा.
प्रणतवत्सला प्रेमिकार्चिता प्रणतवत्सला प्रेमिकार्चिता पद्मसंभव प्रमुखपूजिता पद्मसंभव प्रमुखपूजिता जय जय देवा जय जय देवा जय जगन्नाथ जय जय देवा जय जगन्नाथ जय जय देवा जय जगन्नाथ जल जलोचना जय जनार्दना जल जलोचना जय जनार्दना सर्वत्र गोविन्दनाम संकीर्तनं गोविन्द जय जगन्नाथ भगवान की जय मुरारे शरणं मे तव शरणयुगं वनपुरे राधा कृष्ण शरणं मे तव शरणयुगं देवी महेश्वरी पार्वती शङ्करी शरणं मे तव शरणयुगं कामकला शिव शम्भो शङ्कर शरणं मे तव शरणयुगं हरिहरपुत्र सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द जय सद्गुरु महाराज।